ഹലോ മച്ചന്മാരെ, നമ്മുടെ വിജയമേൽ ടീംമേറ്റിന് നമ്മൾ കൊടുക്കുന്ന കോളും ടീംമേറ്റ് നമുക്ക് തരുന്ന കോൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാവേ. നമ്മളിപ്പോൾ ഒരു ഫൈറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ടീംമേറ്റ് ഒപ്പം ഉണ്ടെങ്കിൽ പോലും നമ്മൾ എനിമിയുടെ കയ്യിൽ നിന്ന് അടി മേടിച്ച് പെട്ടിയാവുന്ന സിറ്റുവേഷൻസ് കുറേ ഉണ്ടാവാറുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സിറ്റുവേഷൻ കാണിച്ചു തരാവേ. ഇവൻറ്റിൽ ഡ്രോപ്പ് ഫൈറ്റിൽ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഫ്രീ കില്ലും കിട്ടും, അതുപോലെ തന്നെ ഒരു തന്നെ നോക്കിടും ഞാൻ. രണ്ടാമത്തവന് ആ ടീമിൽ തന്നെ രണ്ടാമത്തവന് അടിക്കുന്നുണ്ട്. മൂന്നാമത്തവൻ വരുന്നത് എൻ്റെ ഈ സിംഗിൾ സ്റ്റോറിയിലാണ്, എൻ്റെ തൊട്ട് ലെഫ്റ്റിലുള്ള ബിൽഡിങ്ങിൽ. അപ്പോൾ ഞാൻ കയറി അടിക്കാതെ തന്നെ ഞാൻ കയറി അടിച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് അവിടെ ഷോക്കായിട്ട് ചിലപ്പോൾ നോക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ ഫൈറ്റ് എനിക്ക് അവിടെ വിൻ ചെയ്യാൻ പറ്റില്ല. സെയിം ടൈമിൽ എൻ്റെ ടീമേറ്റ് തൊട്ട് ബാക്കിലുണ്ട്, ഞാൻ അവനെ ബാക്കപ്പിനായിട്ട് വിളിക്കും. ബാക്കി എന്തുണ്ടായി നിങ്ങൾ കണ്ടു നോക്കുക ഗൈസ്. ഞാൻ മേലൊരു നോക്ക് ഇട്ടായിരുന്നു. എത്ര ആളുണ്ടോ കഴിഞ്ഞ എൻ്റെ അടുത്ത് താഴെ കൂടെ കയറാം. ഇപ്പോൾ കണ്ടില്ല ഗൈസ്, ഇൻ കേസ് ഞാൻ അവിടെ നോക്കുകയാണെങ്കിൽ തന്നെ എന്നെ സേവ് ചെയ്യാൻ എൻ്റെ ടീമേറ്റ് തൊട്ട് പുറകിൽ അവന് ബാക്കപ്പായിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങളും ഇതുപോലെ ഫൈറ്റ് എടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഫൈറ്റ് വിന്നാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ മച്ചന്മാരെ വീഡിയോ എത്രേ ഉള്ളൂ. കണ്ടന്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അടുത്ത വീഡിയോ പിന്നെ കാണാം. ബൈ.